നമസ്കാരം. മദ്യനയ കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും. എക്സൈസ് വകുപ്പിന്റെ അധികാരം ടൂറിസം വകുപ്പ് തട്ടിയെടുത്തുവെന്നും എക്സൈസ് വകുപ്പ് തന്റെ കയ്യിലുണ്ടോ എന്ന് മന്ത്രി രാജേഷ് ഒന്ന് പരിശോധിച്ചു നോക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അബ്കാരി നയത്തിൽ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്തവകാശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ടൂറിസം വകുപ്പിന്റേത് അനാവശ്യ തിടുക്കമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തു. ഡ്രൈ ഡേ ഒഴിവാക്കാൻ ആവേശം കാട്ടിയത് ടൂറിസം വകുപ്പാണെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഗുണ്ടാവാഴ്ചയാണെന്നും VD സതീശൻ വിമർശിച്ചു. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബു പങ്കെടുത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാബന്ധം ഉണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ജില്ലാ കമ്മിറ്റികളാണ് ഇപ്പോൾ SP-മാരെ നിയമിക്കുന്നത്. ഗുണ്ടകളാണ് കേരളം വാഴുന്നത്. ഇത് വലിയ നാണക്കേടാണെന്നും VD സതീശൻ പറഞ്ഞു. സംഭവം പോലീസിന്റെ ആത്മവീര്യം തകർത്തുവെന്നും കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ VD സതീശൻ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ മുഖ്യമന്ത്രി നിസ്സംഗത പാലിക്കുകയാണ്. കേരളം അപകടകരമായ നിലയിലാണ്. ലഹരി ഗുണ്ടാസംഘങ്ങളുടെ കയ്യിലാണ് കേരളമെന്നും അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജയിലിൽ കിടന്നുപോലും ഗുണ്ടകൾ കൊട്ടേഷൻ നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം പുതിയ മദ്യനയത്തിന്റെ ഊരാക്കുടുക്കിലാണ് CPM-ഉം സർക്കാരും. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനും വ്യവസായ IT പാർക്കുകളിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും മദ്യനയത്തിൽ ഇളവുകൾ അനിവാര്യമെന്ന നിലപാടാണ് പാർട്ടിക്ക്. പക്ഷേ മദ്യനയം തീരുമാനിക്കും മുമ്പേ വിവാദം ആളിപ്പടർന്നു. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകൾ അടച്ചിടുന്ന ഡ്രൈ ഡേ സമ്പ്രദായം ഒഴിവാക്കണമെന്നും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നുമുള്ള ബാർ ഉടമകളുടെ ആവശ്യത്തിൽ CPM-ലോ മുന്നണിയിലോ ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ ഈ ഇളവുകൾ സർക്കാരിൽ നിന്ന് ലഭിക്കാനെന്ന പേരിൽ ഇടുക്കി ജില്ലയിലെ ഓരോ ബാർ ഹോട്ടൽ ഉടമയോടും 2.5 ലക്ഷം രൂപ വീതം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ഫെഡറേഷൻ ഓഫ് കേരള ബാർ അസോസിയേഷൻ സംസ്ഥാന നേതാവ് അനിമോൻ്റേതാണ് സന്ദേശം. ഇതിനു പിന്നിൽ വൻ കോഴ ഇടപാടുണ്ടെന്നാണ് ആരോപണം. പുതിയ മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും എക്സൈസ് മന്ത്രി MB രാജേഷിൻ്റെയും മന്ത്രി റിയാസ് പറഞ്ഞിട്ടല്ല യോഗം വിളിച്ചത് എന്ന ടൂറിസം ഡയറക്ടറുടെയും വാദം പ്രതിപക്ഷം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ശബ്ദ സന്ദേശത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി MB രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും തിരിഞ്ഞത്. വകുപ്പ് മന്ത്രി അറിയാതെ ഡയറക്ടർ യോഗം വിളിക്കുമോ എന്നാണ് ചോദ്യം. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി റിയാസിനെ മുഖ്യ സൂത്രധാരനാക്കുക വഴി പ്രതിപക്ഷം ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണെന്നാണ് വ്യാഖ്യാനം. മന്ത്രി റിയാസിനോട് CPM-ലെ ഒരു വിഭാഗത്തിനുള്ള നീരസവും പ്രതിപക്ഷം മുതലെടുക്കുന്നതായി പറയപ്പെടുന്നു. എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് മുഖേന മദ്യനയത്തിലെ വിവാദ ശുപാർശകൾക്ക് രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചതിന് പിന്നാലെ ടൂറിസം ഡയറക്ടർ ദീർഘാവധിയിൽ പ്രവേശിച്ചതാണ് ഈ സംഭവം. ടൂറിസം ഡയറക്ടറായ PB നൂഹാണ് 3 മാസത്തെ അവധിയിൽ പോയത്. മന്ത്രിയുടെ ഓഫീസുമായി പല കാര്യങ്ങളിലും നൂഹിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നും സൂചനകൾ ഉണ്ട്. ഇതിനിടെയാണ് മദ്യനയ വിവാദം വരുന്നതും അവധിയിൽ അദ്ദേഹം പ്രവേശിക്കുന്നതും. വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി എന്ന് അവധി അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. പകരം ചുമതല KTDC MD ശിഖ സുരേന്ദ്രനാണ് നൽകിയത്. എക്സൈസ് നയത്തിലെ മാറ്റം അജണ്ടയാക്കി ബാറുടമ സംഘടനകളെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചത് ശിഖ സുരേന്ദ്രനായിരുന്നു. മദ്യവ്യവസായത്തിന് ഏറെ ഇളവുകൾ ചർച്ച ചെയ്ത ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം നടന്നത് മാർച്ച് 1-നാണ്. 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും സർക്കാരിൽ നടന്നിട്ടില്ല എന്ന് മന്ത്രിമാർ പറയുമ്പോഴും സെക്രട്ടറിമാരുടെ യോഗത്തിൻ്റെ മിനിറ്റ്സ് പറയുന്നത് നേരെ മറിച്ചാണ്. ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ താൽപ്പര്യത്തോടെ തന്നെയാകും എന്നാണ് സൂചനകൾ.